ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മ വീടായ ഓലയാട്ടിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ ഞങ്ങളുടെ കാവിലെ അയല്യം പൂജയാണ് ഇന്ന്. അതിനുവേണ്ടി ഞങ്ങൾ എത്തിയതാണ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് ചൂരൽ എന്ന് പറയുന്ന ചെടിയാണ്. നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ അടിക്കാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ചൂരലല്ലേ, അതിൻ്റെ ചെടിയാണിത്. ഈ നിറയെ മുള്ളുകൾ. എനിക്ക് അങ്ങോട്ട് ഇവിടെ മതിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കിടക്കാൻ വഴിയില്ല. നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇത് ചുരുളിൻ്റെ ഒരു വള്ളിയാണിത്. ഇവിടെ ഒരു മരം വീണ് പല സംഭവങ്ങളും ഉണങ്ങിപ്പോയി. ഇനി അടുത്ത മഴ വന്നെങ്കിൽ ഇത് നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ. ഇത് നിറയെ മുള്ളെന്ന് പറഞ്ഞാൽ ഞാനിത് അടുത്ത് കാണിക്കണ്ട. ഇത് വെട്ടിക്കളഞ്ഞ ഒരു കമ്പാണ്. കണ്ടോ, ഇതിനകത്തിരിക്കുന്ന മുള്ള് കണ്ടോ? ഈ മുള്ളിൻ്റെ ഈ പോള എല്ലാം അടർത്തി കളയുമ്പോഴാണ് നമുക്ക് ചൂരൽ കിട്ടുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹോൾസെയിലായിട്ട് ചൂരൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചൂരൽ പുറത്ത് വന്നു ഇപ്പോൾ ഉണ്ട്. ഇതിങ്ങനെ വള്ളി പോലെ മുകളിലോട്ട് നോക്കിയാട്ടെ, വള്ളി പോലെ ഇങ്ങനെ പടർന്നു പോയിരിക്കുകയാണ്. ഈ ചൂരലിനകത്ത് ഒരു പഴം പിടിക്കും, നല്ല രസമാണ്. അതിങ്ങനെ കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നത് നല്ല രസമാണ്. അത് പച്ചയായിട്ടിരിക്കുമ്പോൾ പച്ച നിറമാണ്, വിളയാത്തപ്പോൾ പച്ച നിറമാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല വയലറ്റ് കളർ പോലെ. അതിൻ്റെ പുറമൊക്കെ കാണണം, പാമ്പിൻ്റെ തോല് പോലാണ് അതിരിക്കുന്നത്. ഇത് ഒത്തിരി അങ്ങ് പിടിക്കും. ഞങ്ങൾ അന്ന് ഇത് പിച്ച് തിന്നുമായിരുന്നു. ചൂരപ്പഴം അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അത് ഞങ്ങൾ പിച്ച് തിന്നുമായിരുന്നു. അത് പ്രത്യേകിച്ച് വലിയ രുചി ഉണ്ടോയെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ സത്യത്തിൽ ഞാൻ മറന്നുപോയി കേട്ടോ. അത് വലിയ അരിയാണ്, അതിനകത്ത് കുഞ്ഞു കായാണ് അത്. പക്ഷേ അരി കൂടുതലാണ്, അതിനകത്ത് വിത്ത് കൂടുതലാണ്. അത് നമ്മൾ തിന്നുമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ചൂരപ്പഴമൊന്നും കാണാനില്ല. ഇവിടെ വെയിലുള്ളത് കൊണ്ട് അകത്തെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒത്തിരി ഒരു മരം ഒടിഞ്ഞു വീണു, വയണയെന്ന് പറയുന്ന ആ മരം ഇതിനകത്ത് ഒടിഞ്ഞു വീണു. ഒത്തിരി വള്ളിപ്പടർപ്പൊക്കെ അങ്ങ് പോയായിരുന്നു. അതായത് കണ്ടോ, ഇതൊക്കെ ഓരോ ചെടിയുടെ വള്ളികളാണ്. ഈ വള്ളികൾ വെച്ചാണ് എനിക്ക് അപ്പൂപ്പൻ പണ്ട് ഊഞ്ഞാലിട്ട് തന്നുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ വലിയ കനത്ത വള്ളികളുണ്ട്. അതിങ്ങനെ പിച്ചിട്ട് വെട്ടിയിട്ട് നമുക്ക് ഊഞ്ഞാലിട്ട് തരുമായിരുന്നു. ഈ വള്ളിയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിടക്കണം, നോക്കിയേ കണ്ടോ, ചിര പോലെ ഇങ്ങനെ ചുറ്റിക്കിടക്കുവാണ്. ഇത് ഈ ഒടിഞ്ഞു വീണ കാരണത്താൽ എന്തൊക്കെയോ അങ്ങ് ഉണങ്ങിപ്പോയി കേട്ടോ. ഇവിടെയൊക്കെ നടക്കാൻ എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഈ ചൂരലിൻ്റെ മുള്ള് കാലേ കൊണ്ടാൽ അതിന് ഭയങ്കര വേദനയാണ്, ഭയങ്കര വേദന. അയ്യോ, അത് പറയാൻ പറ്റില്ല. കാരണം കയ്യിലൊക്കെ നമ്മൾ ഈ ചൂരൽ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അത് കൊള്ളാറുണ്ട്. അപ്പോൾ